ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പട്ടുപാവാടയുടെ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ കിഡ്സുകളുടെ പട്ടുപാവാടയുടെ ബ്ലൗസ് തയ്ക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 വയസ്സുള്ള കുട്ടിയുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിൽ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഫുൾ വീഡിയോ ആണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, താല്പര്യപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ് തുണിയിലാണ് അളവുകളൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് തുണി ഇതുപോലെ 4 ഫോൾഡാക്കി മടക്കി വയ്ക്കേണ്ടതാണ്. 4ആക്കി മടക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് തുണിയുടെ ഇറക്കമായിട്ട് ഞാൻ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബ്ലൗസിന് തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ 16 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഷോൾഡറായിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആം ഹോളായിട്ടും ഞാൻ 5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോൾഡറും ആം ഹോളും ഞാൻ 5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് നോക്കാം. ചെസ്റ്റ് വിഡ്ത്ത് എനിക്ക് ആവശ്യം 6.5 അതിനോട് കൂടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പൂടിയും കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് ഞാൻ അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആം ഹോൾ ഇതുപോലെ ചെരിച്ച് വരയ്ക്കാവുന്നതാണ്. നമ്മളിതുപോലെ ഹാഫൊക്കെ കണ്ടിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെക്ക് വിഡ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2.25 2.5 ഉള്ളിലേക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നെക്ക് ലെങ്ത്തായിട്ട് 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 3.5 ഇഞ്ചും അതുപോലെ ബാക്ക് നെക്കിനായിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഞാൻ റൗണ്ട് ചെയ്ത് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിം അതേ ഇറക്കം തന്നെയാണ് ബാക്കിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബാക്കിൽ 3 ഇഞ്ചും ഫ്രണ്ടിൽ 3.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് 1/4 ഇഞ്ചോളം ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് വിഡ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 7.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഷേപ്പ് വിഡ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടിയുടെ കറക്റ്റ് അളവ് നോക്കിയിട്ട് അതിൽ നിന്ന് 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം നമ്മളിതൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആ ഭാഗത്തൊന്ന് അവിടെയായിട്ടൊരു 1 ഇഞ്ചോളം നമുക്കിതുപോലെ ചെരിച്ചൊന്ന് വിട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് ഭാഗങ്ങൾ അധികമായിട്ട് തൂങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കവിടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ചെരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. സ്ലോപ്പ് പോലെ ഇതുപോലെ വരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ലൈനിങ് തുണിയും മെയിൻ ഫാബ്രിക്കും ഒരേ ഇറക്കം തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇറക്കത്തിന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സെയിം ഇറക്കം തന്നെയാണ് എടുക്കുന്നത്. 16 ഇഞ്ച് തന്നെയാണ് ലൈനിങ് തുണിക്കും മെയിൻ ഫാബ്രിക്കും ഞാൻ എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആ ഒരു വരച്ച അളവിൻ്റെ മേലെ കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുമ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. ഞാൻ സെപ്പറേറ്റ് ആണ് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കാരണം ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല. അടയാളങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മറച്ചിട്ടിട്ട് നടുവാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ തട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ അളവുകൾ അവിടെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അതിന് ശേഷം നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ ആ വരയമ്മക്കൂടെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഫ്രണ്ട് നെക്ക് ഞാനിതുപോലെ അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാക്ക് നെക്കും അതുപോലെ തന്നെ അടയാളം രേഖപ്പെടുത്തി വരച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മെയിൻ ഫാബ്രിക്കിന് വേണ്ടിയിട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഇതേ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ലൈനിങ് തുണി വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആ വരച്ച ആ നെക്കിൻ്റെ ആ അടയാളത്തിൻ്റെ മേലെ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. 2 വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാൻ. അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുക്കാവുന്നതാണ്. ആ വളവിൻ്റെ അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ തയ്ച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ കട്ടുകൾ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിനും ഇതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള തുണികളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിന് ശേഷം ആ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളിട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇത് ലൈനിങ് തുണി പുറകിലോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക് ഫ്രണ്ടിലോട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുകളിൽ കൂടെ പതിച്ചൊന്ന് അടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് നെക്കിനും അതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ആം ഹോളും സൈഡ് ഭാഗങ്ങളും താഴ്ഭാഗങ്ങളും എല്ലാം മെയിൻ ഫാബ്രിക്കും ലൈനിങ് തുണിയായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് പാർട്ടിനും ഞാൻ അതുപോലെ തന്നെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന പാർട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലൈനിങ് തുണിയാണ് മെയിൻ അളവായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് തുണിയുടെ അളവിനായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഏതാണോ മെയിൻ അളവ് ആ അളവിനെ കറക്റ്റായിട്ട് വേണം നമ്മൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ അരികു ഭാഗങ്ങളും മൂലകളൊക്കെ നമുക്ക് അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് പാർട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്ക് പാർട്ടും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് 3-4 വട്ടം സ്റ്റിച്ച് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം. പതിച്ചൊന്ന് തയ്ച്ചും കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ഷോൾഡറുകൾ ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിതുപോലെ ബാക്ക് ഓപ്പൺ കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഒത്തിരി കൂടിയും ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നടുമടക്കി വയ്ക്കുക. അതിന് ശേഷം ഞാൻ മുട്ടുസൂചികളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ കട്ട് ചെയ്യുന്നതിന് നേരത്ത് തെന്നി ഉഴുതൊന്നും നമ്മുടെ അളവുകളൊന്നും തെറ്റിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോളൊക്കെ കറക്റ്റ് അല്ലേ, ഷോൾഡർ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് നമുക്കിതുപോലെ ബാക്ക് ഭാഗം ഫുള്ളായിട്ട് തന്നെ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടുസൂചികളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഞാൻ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസ് ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് 1.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്തും അതുപോലെ റൈറ്റ് സൈഡിലേക്ക് 2.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്തുമാണ് ആവശ്യം. അതിതുപോലെ നമുക്ക് നീളനെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് മേലോട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ അരികു ഭാഗത്തോടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നിവർത്തിയിട്ടിട്ട് പതിച്ചൊന്ന് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് അത് മുഴുവനായിട്ട് തന്നെ ഉള്ളിലോട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുത്ത് കൊടുക്കേണ്ടതാണ്. ഒരു ഭാഗം പോലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ പുറത്തേക്ക് നിൽക്കരുത്. എല്ലാ ഭാഗവും ഉള്ളിലോട്ട് പോകുന്ന വിധത്തിൽ തന്നെ നമുക്കത് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ നല്ല വശം ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം 1/2 ഇഞ്ച് എക്സ്ട്രാ മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. അത് ഇതുപോലെ നീളനെ അരികു ഭാഗങ്ങൾ ഇതുപോലെ കൈ പോയ ഭാഗത്തോടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടിയും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം വീഡിയോയിൽ ശ്രദ്ധിക്കുക, ഇത് ആദ്യം ഇതുപോലെ മടക്കുക. ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ മടക്കിയതിന് ശേഷം ആ ഭാഗം ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പടി തയ്ക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് 1 ഇഞ്ച് പുറത്തോട്ടായിട്ട് തള്ളി നിൽക്കേണ്ടതാണ്. മുഴുവനായിട്ട് മടക്കി വയ്ക്കരുത്. എക്സ്ട്രാ നമുക്ക് കുറച്ചായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ വേണം തയ്ച്ചെടുക്കാൻ. അത് ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിതുപോലെ മുഴുവനായിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളും തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ബാക്ക് ഓപ്പൺ സ്റ്റിച്ചിങ് ഒക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് തയ്ച്ചെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല നീളത്തിൽ തന്നെ വീതിയിലും ഇതുപോലൊരു ഫോൾഡ് ആക്കിയിട്ട് ഇതുപോലെ തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നീളമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ടേപ്പ് വെച്ച് പിടിക്കുമ്പോൾ 20 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ഇഞ്ച് വരെ എടുക്കാം, അതല്ല 14 ഇഞ്ച് വരെ എടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വീതിയായിട്ട് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഓപ്പൺ ആയിട്ട് വരുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് അടയാളം വെച്ച് കൊടുക്കാവുന്നതാണ്. അതിതുപോലെ നമുക്ക് സ്ലീവ്സിനെ ഒരു ചെരിച്ച് നമ്മൾ കർവ് ചെയ്ത് കൊടുക്കില്ലേ, അതേതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്തോട്ട് കൈക്കുഴിയുടെ ഭാഗമാണ് ആ ഭാഗം വരുന്നത്. ആ ഭാഗത്തോട്ട് നമുക്ക്
ഇതുപോലെ 1.5 ഇഞ്ചോളം വരച്ച് അടയാളം വെച്ചതിൻ്റെ ഭാഗത്തോട്ടായിട്ട് നമുക്ക് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പം നമ്മൾ റഫിൾഡ് സ്ലീവ്സ് ആണ് നമ്മൾ ഈ പട്ടുപാവാടയുടെ ബ്ലൗസിനെ തയ്ച്ചെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു റഫിൾഡ് സ്ലീവ് നമുക്കിവിടെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ മുട്ടുസൂചികൾ കുത്തിവെക്കാൻ മറക്കരുത്. എന്നിട്ട് വേണം നമ്മൾ അടയാളങ്ങൾ രേഖപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ 2 ഭാഗങ്ങളുണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് തുണിയുടെ ഏത് ഭാഗമാണുള്ളത് ആ ഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് പിടിച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ സ്ലീവ് റഫിൾഡ് സ്ലീവിൻ്റെ വീതിയായിട്ട് ഇപ്പോൾ 4 ഇഞ്ച് തന്നെ എടുക്കണമെന്നില്ല, 3 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്രയും സ്ലീവിന് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ 1/4 ഇഞ്ച് പിടിച്ചിട്ട് മടക്കി അടിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ 2 സ്ലീവിൻ്റെയും ഞാൻ അതുപോലെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ മുട്ടുസൂചികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബാക്ക് ഓപ്പണിൻ്റെ അവിടെ മുട്ടുസൂചികൾ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ ആ ആം ഹോളിൻ്റെ ഭാഗം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ച് 7.25 ഇഞ്ചിൻ്റെ അവിടം വരെയാണ് ഇപ്പോൾ അളവായിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു 1.5 ഇഞ്ചോളം നമുക്ക് അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 6 + 12, അപ്പോൾ 12 ഇഞ്ച് വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്ലീവ്സിന് ഞൊറിവുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകൾ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്, ഞൊറിവുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ 12 ഇഞ്ച് വരെ വരുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇതുപോലെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മെയിൻ ഫാബ്രിക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വേണം നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. കറക്റ്റ് സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ 2ആക്കി മടക്കി കൊടുത്തിട്ട് ഇവിടെ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആദ്യം ഹാഫ് തയ്ച്ചതിന് ശേഷം മറുഭാഗം കൂടിയും തയ്ച്ച് കറക്റ്റ് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നടുവാക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് കറക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക. ഇത് 2 വട്ടം തയ്ച്ചെടുത്തതിന് ശേഷം മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കേണ്ടതാണ്. പതിച്ചൊന്ന് അടിച്ചെടുത്ത് കൊടുക്കേണ്ടതാണ്. നിവർത്തിയിട്ടതിന് ശേഷം ആ സ്ലീവ്സിൻ്റെ മേലെ കൂടെ പതിച്ചൊന്ന് അടിച്ചെടുത്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ഫിനിഷിങ് കിട്ടുക, അത് മറക്കരുത്. അപ്പോൾ നമ്മുടെ റഫിൾഡ് സ്ലീവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വിടുത്തും ഷേപ്പ് വിടുത്തും വേസ്റ്റ് വിടുത്തും അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ അടിഭാഗം ഇതുപോലെ 2ആക്കി മടക്കി തയ്ച്ചെടുത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ആദ്യം തന്നെ താഴ്ഭാഗം 2ആക്കി മടക്കി തയ്ച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ടും ബാക്ക് ഇതുപോലെ ഒരുപോലെ വരുന്ന വിധത്തിൽ 2ആക്കി മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ബ്ലൗസിൻ്റെ താഴ്ഭാഗം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റാക്കി മടക്കി നമുക്ക് തയ്ച്ചെടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത് ആയിട്ട് 14 ഇഞ്ചാണ് ഇപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മടക്കി തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബ്ലൗസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്കത് തയ്ച്ചെടുക്കാം. വളരെ എളുപ്പമാണ്. തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.